ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ചെറിയ പ്രായക്കാർക്കും ഒപ്പം മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി 3 ടിപ്പുകളുമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതിവിധി കാണാൻ കഴിയുന്ന 3 അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അതില് വലിയ ആൾക്കാർക്ക് ഉണ്ടാകുന്ന കൈകാൽ വേദന മുതൽ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന മൈഗ്രെയിൻ തലവേദനയ്ക്ക് വരെയുള്ള അടിപൊളി പ്രതിവിധികളുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ്. ഇതിനു മുന്നേ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ട് പലരും കണ്ട് അവർക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണേ. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് ട്രബിളിനുള്ള ചെറിയൊരു ഹോം റെമഡി ടിപ്പാണ് കേട്ടോ. ഇത് നമ്മുടെ വീടുകളിലെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന പൊതുവായി ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളാണ്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു അരമുറി നാരങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുതാക്കി അരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 കുരുമുളക്, പച്ച കുരുമുളക് ഉണക്കിയതാണ് കേട്ടോ, അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബിരിയാണിയിലൊക്കെ നമ്മൾ ചേർക്കുന്ന കറുവപ്പട്ടയാണ് കേട്ടോ, ഇതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ച് ഇന്നൊരു മാജിക്കൽ ഡ്രിങ്ക് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഡ്രിങ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വയറിലുള്ള കൊഴുപ്പിനെ കുറയ്ക്കാനും നമ്മുടെ ഗ്യാസ് ട്രബിള്, നെഞ്ചെരിച്ചില് തുടങ്ങിയ എല്ലാത്തരം ബുദ്ധിമുട്ടുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹോം റെമഡി ആണ് കേട്ടോ. അപ്പോൾ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു 5 മിനിറ്റിൽ ഇത് ചെയ്തെടുക്കാനും പറ്റും. ഈ ഡ്രിങ്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ആദ്യമേ ഒരു പാത്രം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് 1 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അരമുറി നാരങ്ങയാണ് കേട്ടോ. ഈ ഡ്രിങ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡെയിലി കുടിക്കുന്നത് കൊണ്ട്, അതായത് ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഡെയിലി കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ വയറിലെ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഇല്ലാതാക്കാനായിട്ട്, കുറയ്ക്കാനായിട്ടും നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. എല്ലാവർക്കും അറിയായിരിക്കും, നാരങ്ങ വൈറ്റമിൻ സി ആണ്. നമ്മുടെ പ്രതിരോധശേഷി നിലനിർത്താനും നിറയെ ആന്റി ഓക്സിഡൻസും ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ആദ്യം ഈ അരമുറി ചെറുനാരങ്ങ നീര് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഇത് ഡെയിലി 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് 1/2 ഗ്ലാസ് ആക്കി വറ്റിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്ന അരമുറി നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുരു ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇവിടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതാണ് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇഞ്ചി ദഹനത്തിന് ബെസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ വയറുവീക്കം ഉള്ളവർക്കും, ഓക്കാനം, അതായത് ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുന്ന എല്ലാവർക്കും, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് മെഡിസിൻ തന്നെയാണ്. അപ്പൊ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 5-6 കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ കുരുമുളകില് പെപ്പറിൻ എന്നൊരു സംഭവം അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തിന് വളരെയധികം സഹായകമാണ്. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ള ഒരു സംഭവമാണ് കറുവപ്പട്ട. നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടുന്ന ഒരു വസ്തുവാണ്. ഇതിൻ്റെ അകത്തും നിറയെ ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറുവപ്പട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിച്ച് അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തത്, അതിനകത്തേക്കാണ് നമ്മൾ സ്പെഷ്യൽ കൂട്ടി ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ഇതൊരു 1/2 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം. അതിനുശേഷമാണ് നമുക്കിത് കുടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇവിടെ സ്പെഷ്യൽ ഡ്രിങ്ക് ഇവിടെ നല്ലപോലെ തിളച്ച് മറിയുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. അത് 1/2 ഗ്ലാസ് ആയിട്ട് വറ്റി വരണം. എന്നാലേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത സാധനങ്ങളുടെ ഒക്കെ സത്ത അതിനകത്തേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇത് നല്ലപോലെ വറ്റിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആയിട്ട് ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ചെറു ചൂടോടുകൂടി ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ. ചെറു ചൂടോടുകൂടി ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും നാരങ്ങയും എല്ലാം അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ വയറിലെ എല്ലാ ദഹന പ്രശ്നങ്ങൾക്കും ഇതൊരു ഉത്തമ പരിഹാരമാണ്. പിന്നെ അസിഡിറ്റി ഉള്ളവര് നാരങ്ങാ നീര് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദിവസവും 1/2 ഗ്ലാസ് വീതം ഇതുപോലെ കുടിക്കുകയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോണത് ഈ ഒരു അരമുറി നാരങ്ങ കൊണ്ട് നമ്മുടെ വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
ഒത്തിരി പേര് ചെയ്ത് നോക്കിയിട്ട് 100% റിസൾട്ട് കിട്ടിയ ഒരു ഹോം റെമഡി ആണ് കേട്ടോ ഇത്. ഈ ഒരു അരമുറി നാരങ്ങ കൊണ്ട് നമ്മുടെ വേദനയ്ക്ക് ശമനം ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. വേദനകൾ ഇല്ലാത്തവര് ഇന്നത്തെ കാലത്ത് കുറവായിരിക്കും. ചെറിയവരായാലും വലിയവരായാലും പലതരത്തിലുള്ള വേദനകളാണ്. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് കൈകാലിന്റെ വേദന. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ ഇന്നൊരു അരമുറി നാരങ്ങയാണ് കേട്ടോ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. എല്ലാവരുടെ വീടുകളിൽ നാരങ്ങ ഉണ്ടാവും. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്തേക്ക് ചേർക്കുന്ന സംഭവം നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു 3 വസ്തുക്കൾ മാത്രമേ നമ്മൾ ഇന്ന് ഇവിടെ ഹോം റെമഡി ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ വേദനയ്ക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാവും. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അയോഡെക്സിന്റെ ഒരു ബാമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിക്സ് ഉപയോഗിക്കാവുന്നതാണ്. എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ഒരല്പം അയോഡെക്സോ വിക്സോ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേദന വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ രാത്രിയിലൊക്കെയാണ് കാലിന്റെയും കൈയിന്റെയും ഒക്കെ വേദനകൾ കൂടി വരുന്നത്. അപ്പൊ രാത്രി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ രാത്രി കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ പകലിലായാലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ വേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ബാം നമ്മുടെ നാരങ്ങയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഉപ്പാണ്. ഉപ്പുപൊടി ഇല്ലാത്ത വീട് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ദേ ഇവിടെ ഒരു അല്പം ഉപ്പുപൊടി എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ മേളിലേക്ക് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും ആവാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ നാരങ്ങയുടെ അരമുറി നാരങ്ങ എടുത്തു. അതിലേക്ക് ഞാൻ അയോഡെക്സ് തേച്ച് കൊടുത്തു. അതിന്റെ മേളിലായിട്ട് ഒരല്പം ഉപ്പുപൊടി കൂടി എടുത്ത് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ കാലിന്റെ മസിലൊക്കെ വെട്ടിക്കേറിയിട്ട് പ്രത്യേക തരത്തിലുള്ള ഒരു സഹിക്കാൻ പറ്റാത്ത വേദന വരില്ലേ, ആ വേദനയ്ക്കും പിന്നെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ കാലുവേദനകൾ സുലഭമായിട്ടുണ്ടാവും. ആ സമയത്തും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ. നമ്മൾ ഇതുപോലെ നാരങ്ങ എടുത്തിട്ട് നമ്മുടെ വേദന എവിടെയാണോ ആ ഭാഗത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. വേദന ഉള്ളത് കയ്യിലായാലും കാലിലായാലും എവിടെയായാലും നമുക്ക് ഇതുപോലെ ഒരു റൊട്ടേഷൻ മോഡിൽ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നാരങ്ങയും വിക്സും അല്ലെങ്കിൽ ഏത് ബാമാണോ അത് നമ്മൾ തേച്ച് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഒക്കെ എഫക്റ്റ് കാരണം കൂട്ടത്തിൽ ഉപ്പും കൂടി ചേർന്നിരിക്കുന്നത് കാരണം നമ്മുടെ വേദനയ്ക്ക് പെട്ടെന്ന് തന്നെ ശമനം കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ വേദന ഉള്ളവർ ഇതുപോലൊന്നും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയേണ്ടതാണ്. വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വേദന പമ്പ കിടക്കും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരു കഷ്ണം ഇഞ്ചി കൊണ്ട് നമ്മുടെ മൈഗ്രെയിൻ തലവേദനയ്ക്ക് പറ്റിയൊരു ഹോം റെമഡിയാണ്. മൈഗ്രെയിൻ തലവേദന വന്നവർക്കറിയാലേ അതിന്റെ ബുദ്ധിമുട്ട്. ഒന്ന് ദൂരയാത്ര ചെയ്താലോ അല്ലെങ്കിൽ ഒന്ന് വെയിൽ കൊണ്ടാലോ ഒന്ന് ഉറക്കളച്ചാലോ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിലോ അസഹ്യമായ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ പേര് എന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. എന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഈ ഹോം റെമഡി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ ഇത് വേദന ഉള്ളവർക്ക് നിങ്ങൾ ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതിന് നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഒരു കഷ്ണം ഇഞ്ചി മാത്രം മതി. പിന്നെ നമ്മുടെ ഉപ്പും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ മൈഗ്രെയിൻ തലവേദന വരുമ്പോൾ തന്നെ നമുക്ക് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉടനടി തന്നെ നമ്മുടെ മൈഗ്രെയിൻ തലവേദന മാറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യമേ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതുപോലെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇത് 1 കഷ്ണം ഇഞ്ചി ഉണ്ട്. ഇത് ഞാൻ ചെറുതാക്കി നുറുക്കിയെടുത്തതാണ് കേട്ടോ. ഈ ചെറുതാക്കി നുറുക്കിയെടുത്ത ഇഞ്ചി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് തിളപ്പിച്ചിട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി ഇട്ട് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവാൻ പോകുന്നില്ല. ഇഞ്ചി നിങ്ങൾക്കറിയാം ദഹനത്തിനും നല്ലതാണ്, നമ്മുടെ വയറിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു മരുന്നാണ്. ഇനി നമുക്ക് ഈ വെള്ളം തിളപ്പിച്ച് ഒരു 1/2 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചിയുടെ വെള്ളം നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. അതൊരു 1/2 ഗ്ലാസ് ആയിട്ട് ഒന്ന് വറ്റി വരണം. എന്നിട്ട് ചെറു ചൂടോടുകൂടി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി മാറ്റാവുന്നതാണ്. അങ്ങനെ ഇഞ്ചി വെള്ളം നമ്മൾ 1 ഗ്ലാസ് ഒഴിച്ചത് 1/2 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഉപ്പാണ്. ഉപ്പില്ലാത്ത വീടില്ല. അപ്പൊ ഇത്തരം ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ വലിയ മൈഗ്രെയിൻ തലവേദന മാറാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അതാ ഞാനിവിടെ ഒരു പിഞ്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം ഉപ്പ് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും നമ്മുടെ വീട്ടിലെല്ലാം സുലഭമായിട്ട് ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ്. അപ്പൊ ഇതുപോലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ, മൈഗ്രെയിൻ തലവേദന വരുമ്പോൾ തന്നെ ഇതൊന്നും ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേദനയ്ക്ക് നല്ലൊരു ശമനം കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.